ഹായ് ഗൈസ്, നിങ്ങൾക്ക് എപ്പോഴേലും സ്നേക്സ് ബിഹേവിയറുള്ള ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും റിലേറ്റബിൾ ആയിരിക്കും. പല സാഹചര്യങ്ങളിലും ഒറിജിനൽ സ്നേക്സിനെ വെല്ലുന്ന അതിലും വിഷം കൂടിയ ഐറ്റംസ് ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. ഈ ടൈപ്പ് പാമ്പുകളുടെ പ്രത്യേകതര ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് കുറ്റം പറയുക, ബാക്കിയുള്ളവരോട് നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞു നടക്കുക, പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യണ പോലെ അഭിനയിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കഷ്ടം. പക്ഷേ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതും നമ്മൾ തന്നെയാണ്. പക്ഷെ നമുക്കറിയാം അതൊക്കെ എങ്ങനെയാവുന്നു. നമ്മൾ ഇവരുടെ ശരിക്കുള്ള സ്വഭാവം തിരിച്ചറിയുന്നത് വരെ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ബോയ് ഫ്രണ്ട് തരുന്നതിനേക്കാളും സ്നേഹവും കരുതലും എല്ലാം നമുക്ക് ഇവർ തരുന്നതായിരിക്കും. നമ്മൾ കാണുമ്പോണ്ടല്ലോ പൊന്നെ, തേനെ, പാല്, ചക്കര എന്നൊക്കെ വിളിക്കും. പക്ഷേ 2 മിനിറ്റ് നമ്മളില്ലെങ്കിൽ നമ്മളായിരിക്കും ഈ ലോകത്തെ ഏറ്റവും പ്രശ്നമുള്ള ഏറ്റവും വൃത്തികെട്ട ജന്തു എന്ന് വരെ അവർ പറയും. ശരിക്കും പറയും. പക്ഷേ ഒരു ചെറിയൊരു അഡ്വൈസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ സ്നേക്സ് ബിഹേവിയർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ഒരു വഴി അറിയുകയാണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, ബ്ലോക്ക് ചെയ്യാം. ചോദിക്കാനും നിൽക്കണ്ട, പറയാനും നിൽക്കണ്ട, ഒന്നിനും നിൽക്കണ്ട. കാരണം ദേ ഡോണ്ട് ഡിസേർവ് യുവർ എനർജി. എന്ത് കാര്യത്തിനാണ്? ചോദിച്ച് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ആ സമയത്ത് 2 പൊട്ടിക്കാനൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ അത്രയും എനർജി ഒന്നും അവർ ഡിസേർവ് ചെയ്യണില്ല. അപ്പോൾ അവരിങ്ങനെ അന്വേഷിക്കും എന്തായിരിക്കും കാരണം ബ്ലോക്ക് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാണല്ലോ, നമുക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, ഇതുപോലെ നമുക്ക് എന്തെങ്കിലും പണി തന്ന ആൾക്കാരാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണതെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ദെയർ എക്സിസ്റ്റൻസ്. മറന്നേക്ക്, അവർ ജനിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചോ. കാരണം അവരുടെ മെസ്സേജസ്, അവരെന്തെങ്കിലും ഗോസിപ്സ് പറഞ്ഞതോ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. അതൊന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ സ്വഭാവം എന്താണോ അവരത് കാണിച്ചുകൊണ്ടേയിരിക്കും. ഓഫ് കോഴ്സ്. നമ്മൾ എന്തിനാണ് ഇവർക്ക് നമ്മുടെ എനർജിയൊക്കെ കൊടുത്തിട്ട്? എന്ത് കാര്യത്തിന്?